നമസ്കാരം. മരംമുറി മുതലാളിക്ക് 8ന്റെ പണി വരുന്നു. റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിയുടെ മുതലാളിമാരായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വലിയ രീതിയിലുള്ള പണി തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങൾ. അഗസ്റ്റിൻ സഹോദരന്മാരുടെ പല ഇടപാടുകളും സംശയം ജനിപ്പിക്കുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള ദുരൂഹതകൾ നിറഞ്ഞതുമാണ് എന്നുള്ളതായിരുന്നു പുറത്തു വന്ന പല വാർത്തകളും. ഏറ്റവും ഒടുവിൽ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട്, അതായത് മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആകെ പറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് അഗസ്റ്റിൻ സഹോദരന്മാർ മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതിൽ തന്നെ ആൻഡ്രോ അഗസ്റ്റിൻ ആയിരുന്നു അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം ഏറ്റെടുക്കുകയും ആ കലൂർ സ്റ്റേഡിയം നവീകരിച്ചു. ഏകദേശം 70 കോടി രൂപ മുടക്കിയിട്ടാണ് കലൂരിലെ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ട കാര്യങ്ങൾ ആൻഡ്രോ അഗസ്റ്റിനും സംഘവും ചെയ്തത്. പക്ഷെ ഇതിലൊക്കെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മെസ്സിയും സംഘവും വരില്ല എന്ന് ഉറപ്പായതിനു ശേഷവും ഇവർ പ്രചരിപ്പിച്ചത് മെസ്സിയും സംഘവും ഇവിടെ എത്തും, അർജന്റീന കളിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് 70 കോടി രൂപ മുടക്കി കല്ലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം അവർ ഫിഫ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് അവർ പുറത്തു പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ പല തട്ടിപ്പുകളും നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തോടുകൂടി പുറത്തു വന്നത്. കാരണം ഇന്നലെ പല കൊച്ചിയിലെ തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്ദർശിച്ചു. ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരായി കൊണ്ട് ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഈ സ്റ്റേഡിയം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? GCDA കീഴിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. GCDA കീഴിൽ ഉള്ള ഈ സ്റ്റേഡിയം ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ആൻഡ്രോ അഗസ്റ്റിന് ഇത് നവീകരിക്കാൻ വേണ്ടി കൈമാറിയത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഏറ്റവും പ്രധാനമായി സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്റ്റേഡിയം ഒരു വ്യക്തിക്കും അങ്ങനെ ഒരു കരാറുമില്ലാതെ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ കൊടുക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ മെസ്സി വരുന്നു എന്ന് പറഞ്ഞ വലിയ ഒരു ഓളം സൃഷ്ടിച്ചതിന് ശേഷം അതിന്റെ മറവിൽ ഇവർക്ക് ചുളുവിൽ ഇത് കൊടുക്കുകയാണ് ചെയ്തത്. അതിന്റെ പുറകിൽ തന്നെ, അതായത് 70 കോടി രൂപ മുടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു കിട്ടുക എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾ ഇത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുകയാണ് എന്ന നിലയിലാണ് ഇവർ സംസാരിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്നും ഇതിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇതിന്റെ കരാർ പുറത്തു വിടണമെന്നുമായിരുന്നു ആവശ്യം. അങ്ങനെ ഒരു കരാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കരാറിൽ ഈ മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അതായത് മെസ്സി വരുന്ന മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ആ സ്റ്റേഡിയം ഇവർക്ക് വിട്ടുകൊടുക്കണം. അതായത് ഇവർക്ക് ഒരു പങ്കാളിത്തം അത് നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു നിബന്ധന കൂടി ഇവർ അതിൽ വെച്ചിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ആ തരത്തിൽ യാതൊരുവിധ നിബന്ധനകളുമില്ല, അത് ഞങ്ങൾ സർക്കാരിന് വിട്ടുകൊടുക്കും എന്നായിരുന്നു ഇന്നലെ ആൻഡ്രോ അഗസ്റ്റിൻ അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ കരാർ ഇല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് ഈ സ്റ്റേഡിയം വിട്ടുകൊടുത്തത്? അതിന്റെ പുറകിലുള്ള കാര്യം എന്തായിരുന്നു? 70 കോടി രൂപ മുടക്കിയിട്ട് ഈ സ്റ്റേഡിയം നവീകരിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന കാര്യം എന്താണ്? ഇവർ അത് സൗജന്യമാണ് എന്ന് പറയുമ്പോഴും ഈ 70 കോടി എന്ന് പറയുന്ന വലിയ തുക ഇത് വെച്ചുകൊണ്ട് ഒരു കള്ളപ്പണം വെളുപ്പിക്കലാണോ നടന്നത് എന്നുള്ള വലിയ സംശയമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ഉള്ളത്. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചും അതിന്റെ പിന്നിൽ നടന്ന കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ നമ്മുടെ കായിക മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ ഈ വിഷയം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ മുഴുവൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, മൈക്ക് തട്ടി തെറിപ്പിക്കുന്നു, ആളുകളോട് വ്യക്തിപരമായി ഇതിനെ കൈകാര്യം ചെയ്യുന്നു, പറയുന്നു നിന്നോടൊന്നും ഈ ഭാഷയിലല്ല സംസാരിക്കേണ്ടത്, മറ്റേ ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. ഏതാണ് ആ മറ്റേ ഭാഷ എന്നുള്ളത് മന്ത്രി തന്നെയാണ് പറയേണ്ടത്. കാരണം ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു മന്ത്രിയുടെ ഭാഷയാണിത്. സുരേഷ് ഗോപി എങ്ങനാണെങ്കിൽ നമുക്കൊന്ന് പൊരിച്ചു കളയാമായിരുന്നു എന്ന നിലയിലാണ് മറ്റുള്ള പല ആളുകൾ നിൽക്കുക. അപ്പോൾ ഈ മന്ത്രി ആയതുകൊണ്ട് മാത്രം അവിടെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ആ രീതിയിൽ മന്ത്രിക്ക് കൃത്യമായ ഉത്തരവാദിത്തമില്ലാതെ, അല്ലെങ്കിൽ ഉത്തരവാദിത്വവുമില്ല എന്ന നിലയിലേക്കാണ് മന്ത്രി പോകുന്നത്. അപ്പോൾ ഇതിനിടയിൽ വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒപ്പം ആ പരിസര പ്രദേശത്തെ മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ പരിസര പ്രദേശത്തെ മരങ്ങൾ മുറിച്ചത്? ഇതിന് ആരാണ് ഇവർക്ക് അനുമതി നൽകിയത്? ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഇവർക്ക് അനുമതി കൊടുത്തത്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി എന്ന് പറയുന്നത് ഇപ്പോഴും MV നികേഷ് കുമാറിന്റെ പേരിൽ തന്നെയാണ്.
ആണ്. അതായത് MV നികേഷ് കുമാറാണ് ആ സ്ഥാപനത്തിന്റെ മുതലാളിയായി നിൽക്കുന്നത്. ഓണർ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കമ്പനി തന്നെയാണ് ഇപ്പോഴും അതിന്റെ ഓണർഷിപ്പ്. പക്ഷേ അത് എളുപ്പത്തിൽ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ കേന്ദ്ര IT മന്ത്രാലയം അതുപോലെ തന്നെ വാർത്താവിനിമയ മന്ത്രാലയം ഒക്കെ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അവരെന്താണ് ചെയ്തത്? അവർ ഈ കമ്പനിക്ക്, അതായത് നികേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളുള്ള ഒരു കമ്പനിക്ക് ഒരു മദർ കമ്പനി രൂപീകരിക്കുന്നു. അങ്ങനെ ആ ഒരു മദർ കമ്പനി രൂപീകരിച്ച ശേഷം ആ മദർ കമ്പനിയെ ഈ കമ്പനിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്നാൽ പോലും ആ പ്രൊസീജിയർ പോലും സുതാര്യമല്ല എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതും ED പരിശോധിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതുപോലെ മാംഗോ ഫോൺ തട്ടിപ്പിനെ കുറിച്ച് പല ആളുകളും കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് മാംഗോ ഫോൺ തട്ടിപ്പ് എന്ന് നമ്മൾ പലർക്കും അറിയില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങാൻ പോകുന്ന സമയത്താണ് മാംഗോ ഫോൺ തട്ടിപ്പുമായി അഗസ്റ്റിൻ സഹോദരന്മാർ രംഗത്തെത്തുന്നത്. ഇവർ ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ആ സമയത്ത് സാംസങ് ഒക്കെ ഒരു നല്ല നിലയിലേക്ക് വരുന്ന ഒരു സമയം, 3G 4G ആ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഇവർ പറഞ്ഞത് ഒരു കൊറിയൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി കേരളത്തിൽ ഒരു പുതിയ മാംഗോ ഫോൺ നിർമ്മിക്കാൻ പോവുകയാണ്. അതിനൊരു കമ്പനിയൊക്കെ ഉണ്ടാക്കി. ആ മാംഗോ ഫോണിന് നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഏകദേശം 15,000 രൂപയ്ക്കും 35,000 രൂപയ്ക്കും ഇടയിൽ 3D എഫക്റ്റോട് കൂടിയുള്ള ഒരു ഫോണാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന തരത്തിലായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഇവർ ഇറക്കിയിട്ടുള്ള പ്രസ്താവന. പക്ഷേ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു ജോലിക്കാരന് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ തോന്നുകയും ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലായതിനു ശേഷം അദ്ദേഹം ആ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി തന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇതിന്റെ ഉടമസ്ഥരെ കാണുകയും അവർ അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ മാംഗോ ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെയൊന്നും അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമാവും, ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വിടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് വലിയൊരു വിഷയം ഉണ്ടാവുന്നു. അദ്ദേഹം അത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. അത് വിശദമായി പോലീസ് അന്വേഷിക്കുന്നു. ഈ മാംഗോ ഫോൺ പുറത്തിറക്കുന്ന ദിവസം തന്നെ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പറയുന്ന അഗസ്റ്റിൻ സഹോദരന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ മാംഗോ ഫോൺ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നില്ല. ശേഷം ഇവരെ കാണുന്നത് മുട്ടിൽ മരമുറി ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. മുട്ടിലെ പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ ഭൂമിയിൽ നിന്ന് മരങ്ങൾ ഒരു തഹസീൽദാരുടെ റിപ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു ഓർഡറിന്റെ മാത്രം ബലത്തിൽ മാസങ്ങൾ കൊണ്ട് മുറിച്ച് കടത്തി, അതായത് പാവപ്പെട്ട ആദിവാസികളെ പറ്റിച്ച് അവർക്ക് പല വാഗ്ദാനങ്ങളും കൊടുത്ത് അവരുടെ ഭൂമിയിൽ നിന്ന് ഈ പറയുന്ന ഒരുപാട് മരം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല കാതലായിട്ടുള്ള മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. അതിന് പല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നിരുന്നു. അങ്ങനെ പിന്നീടാണ് അത് വലിയ കേസാവുകയും വലിയ ബുദ്ധിമുട്ടാവുകയും ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും പിന്നീട് ഈ അന്വേഷണമൊക്കെ അട്ടിമറിക്കാൻ DYSP ബെന്നി ഉൾപ്പെടെയുള്ള ആളുകളുടെ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതിരിക്കാനൊക്കെ ബെന്നിയെ ഒരു പെണ്ണ് കേസിൽപ്പെടുത്താനൊക്കെ ഇവർ ശ്രമിച്ചു. അത് നമ്മൾ കണ്ടതാണ്. അത് ഫ്രോഡ് കേസാണ് എന്ന് പിന്നീട് പറയുകയും ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അതായത് മെസ്സിയെ ഉപയോഗിച്ചുകൊണ്ട് ചില പ്രചാരണങ്ങൾ നടത്തുകയും അതുവഴി സംസ്ഥാന സർക്കാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങി ഒരു തരത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ഈ കേസിന്റെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കൃത്യമായി പറഞ്ഞത് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം വ്യക്തമായി പറയുന്നു. അതായത് നമ്മൾ ആലോചിക്കണം, സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുള്ള മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ്. അദ്ദേഹം പറയുകയാണ് ഈ കേസ് സമ്പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ഇത് CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മാംഗോ ഫോൺ തട്ടിപ്പ് മുതൽ ഈ മുട്ടിൽ മരമുറി ഇടപാട്, അതുപോലെ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട പണമിടപാട്, ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്, ഈ 70 കോടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം ഇടപാടുകൾ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇനി മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാച്ച് സംഘടിപ്പിച്ച് മെസ്സിയെ കൊണ്ടുവന്ന് അതിനിടയിൽ കൂടി കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു, ആരൊക്കെയാണ് ഇതിൽ നിക്ഷേപം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളുടെ പ്രാഥമികമായ വിവരശേഖരണം ആര് നടത്തിയിരിക്കുന്നു? ED നടത്തിയിരിക്കുന്നു. ഇനി അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉണ്ടയില്ല വെടിപൊട്ടിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ വന്ന കാര്യങ്ങളെല്ലാം അങ്ങ് മറച്ചു പിടിക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ അതിന്റെ മുതലാളിമാരും ഒക്കെ വിചാരിച്ചിരുന്നത് എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആള് വേറെയാണ് എന്നുള്ള കാര്യം ഇവർ ആലോചിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർക്ക് മാത്രമാണല്ലോ ഇതിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും
അന്വേഷണം കൃത്യമായി നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഉടനെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവരുടെ മൊത്തത്തിൽ ഇവരെ വലയിട്ട് പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ശക്തമായ അന്വേഷണം ഇവർക്ക് നേരെ ഉണ്ടാകും. ശോഭാ സുരേന്ദ്രൻ പണ്ട് ഇവർക്കെതിരെ ശക്തമായി സംസാരിച്ച സമയത്ത് പലപ്പോഴും ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവരെ, അതായത് ഒരു മാധ്യമത്തിന്റെ മുതലാളിയെ ഇങ്ങനെ വെറുക്കുന്നത് അല്ലെങ്കിൽ വെറുപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ വ്യക്തമായ സാധ്യതകൾ അല്ലെങ്കിൽ വ്യക്തമായ കാര്യമുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഓരോ വാക്കിനും വ്യക്തമായ തെളിവുകളും വ്യക്തമായ കാര്യവും ഉണ്ടായിരുന്നു എന്നതും കൂടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. എന്തായാലും കൃത്യമായ രീതിയിലേക്കുള്ള EDയുടെ അന്വേഷണം അഗസ്റ്റിൻ സഹോദരന്മാരെ ചുറ്റിപ്പറ്റി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരം.